എല്ലാവർക്കും എല്ലാവരുടെ കഴിവുണ്ട്. സുധീർ കരമനയ്ക്ക് സുധീർ കരമനതായിട്ട് കഴിവുണ്ട്. CP ജോണിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുണ്ട്. ആരെയും നമ്മൾ ദുർബലരായി കണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പറയുന്ന ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട് നോക്കേണ്ട കാര്യമില്ല. മനുഷ്യർക്ക് നല്ലത് ചെയ്താൽ അവരംഗീകരിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലം ഭരിച്ചവരവിടെ എന്ത് ചെയ്തു? ആ പാലം വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചതല്ലേ, അവര് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും വലിയ സ്വപ്നമാണ്. തീരപ്രദേശത്തെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ അത് BJPക്ക് ഒരു വലിയൊരു കടമ്പ തന്നെയാണോ? ക്രിസ്ത്യൻ വോട്ടുകൾ എന്ത് കടമ്പ? ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട് നോക്കേണ്ട കാര്യമില്ല. മനുഷ്യർക്ക് നല്ലത് ചെയ്താൽ അവരംഗീകരിക്കും. ക്രിസ്ത്യൻ വോട്ട് കടമ്പയൊന്നുമില്ല. എല്ലാ വിഭാഗം ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്തു. അതിന്റെ ഉദാഹരണമല്ലേ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ BJP ഭരിക്കുകയല്ലേ. ഗോവയില് BJP ഭരിക്കുകയല്ലേ, ക്രിസ്ത്യനില്ലേ. ഇവരെന്നെ വോട്ട് ചെയ്യാതെ BJPക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമോ? കേരളത്തിലും വലിയ മാറ്റമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കപട മുന്നണികളെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഈ വലിയ തുറയില് ഞാൻ മെനഞ്ഞാന്ന് പോലും അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ നമ്മോട് പറഞ്ഞു. ജയിച്ചു പോയിട്ടുള്ള MLA-മാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും അവിടെ ഉണ്ടാക്കിയിട്ടില്ല സ്ത്രീജനങ്ങൾക്ക്. ഒരു ആശുപത്രി, അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നു. ഇത്രയും കാലം ഭരിച്ചവരവിടെ എന്ത് ചെയ്തു? ആ പാലം വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചതല്ലേ, അവര് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും വലിയ സ്വപ്നമാണ് കടലിന്റെ മക്കളുടെ. സാധിക്കുന്നുണ്ടോ? അപ്പോൾ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട് എന്നൊക്കെ പറഞ്ഞ് BJPയുടെ വിജയത്തെ തടസ്സം ചെയ്യുന്ന ശക്തികൾ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, വലിയതുറ. ഇപ്പോ തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഈ പറയുന്ന പാലം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവില് ആന്റണി രാജു ആയിരുന്ന സമയത്ത് ഒരുപാട് പണം ഇതിന്റെ വകയായിട്ട് മുക്കി എന്നൊക്കെയാണ് ഇപ്പൊ ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരോടൊക്കെയുള്ള മറുപടി എന്താണ്? ജനങ്ങൾ പ്രതികരിക്കുന്ന എന്താ തെറ്റ്? ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, കൈകൂപ്പി വോട്ട് ചോദിച്ചു പോയിട്ട് ജയിച്ച MLA-മാര് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗ്ലാസ് താത്ത് കൈ കാണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള വേദനയോടുകൂടി അവിടുത്തെ സ്ത്രീ ജനങ്ങൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നിങ്ങളും അതുപോലെ ആകുമോ എന്നുള്ള ചോദിച്ചു. ഞങ്ങളിവിടെ ജയിച്ചില്ലല്ലോ MLA. ഇപ്പൊ ജയിച്ച് കാലാകാലങ്ങളിൽ ജയിച്ചിട്ടുള്ളവരെല്ലാം അവരുടെ വേദന, അവരുടെ ആ സംസാരത്തില് അവരുടെ വേദന ഞങ്ങളോട് പങ്കിട്ടു. അപ്പൊ സംതൃപ്തരല്ല അവര്. BJP വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പണ്ട് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ഈ വലിയ തുറക്കാരെ സംതൃപ്തരാക്കാൻ BJPനെ കൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ വലിയ തുറയിലെ ടോയ്ലറ്റ് സംവിധാനം കോപ്പറേറ്റ് ചെയ്യാന് മേയർ അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞത് അവർ തന്നെ പറഞ്ഞത്. ആശുപത്രി, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. അതും അവർ നമ്മളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെ ഈ മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന നമ്മുടെ സഹോദരിമാര് വരെ നമ്മളോട് പങ്കിടുകയുണ്ടായി. അവരെല്ലാം മോദി ഫാൻസാണ്. ഇപ്പോ BJP ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഹരിക്കുന്നത് ഈ പാലമായിരിക്കും. അത് വലിയൊരു പ്രശ്നമായിട്ട് അവരും നിങ്ങളോട് പ്രതികരിച്ചിരുന്നു, വലിയതുറ പാലത്തിന്റെ കാര്യം. വലിയതുറ പാലത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യമായി ഇടപെടണം. അത് അവർക്ക് കൊടുത്ത് വാക്ക് പാലിച്ചിരിക്കും. ഈ വാക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ആരൊക്കെ ലഭിച്ചത്? കേരളത്തിൽ ഉടനീളം നോക്കുന്ന ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാലോ, ചർച്ച നടക്കല്ലേ. നമ്മളിപ്പോ വലിയതുറയും ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലം നോക്കണ്ട. ഈ മുനമ്പം വിഷയത്തിൽ എന്താ നിലപാടെടുത്ത്? അവിടെ ആരാണ് മുനമ്പം വിഷയത്തില് BJP-യില് അവരെ സംരക്ഷകരായി മാറിയത് അല്ലേ? പ്രധാനമന്ത്രി വരെ ഇടപെട്ടില്ലേ? മുനമ്പം പാട് ആര് ചോദിച്ച BJP-യില്? അപ്പൊ ആ ഒരു മാറ്റം ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണോ? പ്രതീക്ഷ ഉറപ്പാണ്.
ആ കോർപ്പറേഷൻ 31 ലക്ഷം രൂപയാണ് വലിയൊരു ആശുപത്രിക്ക് അനുവദിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ. ഇത് കോർപ്പറേഷൻ മാറിയതിന്റെ മാറ്റം 2 മാസം 2.5 മാസമേ ഉള്ളൂ. മാറ്റം കോർപ്പറേഷൻ ഒട്ടനവധി കാര്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. ടോയ്ലറ്റ് സംവിധാനം കോർപ്പറേഷൻ അല്ലേ, കോർപ്പറേഷൻ സംവിധാനം ചെയ്ത് കേട്ടേ, ഇതെല്ലാം കാണാം. ഡീൽ ആരോപണം എന്താണ് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരു ഡീൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും തമ്മിൽ? എന്തോ ഡീല്, ചുമ്മാ ഡീല്. BJPക്ക് വിജയം വരുമ്പോ ഡീല്, BJPക്ക് വിജയിക്കുക. അത് അങ്ങനെ ഡീല് പറയുന്നത് അർത്ഥം BJP ജയിക്കും. ഇപ്പൊ തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടി ഡീൽ ചെയ്തു എന്നാ പറയുന്നത് K. മുരളീധരൻ പറഞ്ഞു. അപ്പൊ സെൻട്രലിൽ BJP സെൻട്രൽ ജയിക്കാൻ സാധ്യത കൂടി വരികയാണ് അവർക്ക്. അപ്പൊ ജയിക്കുകയാണെങ്കിൽ അത് ഡീൽ വെച്ചാണ്. അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ LDFനെ സ്ഥാനാർത്ഥി നിർത്തി, സുധീർ കരമനയെ നിർത്തിയിട്ട് BJPയിലെ കരമന ജയനെ ജയിപ്പിക്കാനാണ് എന്ന് പറയുന്നു. നമുക്കെന്തിന്റെ BJPക്ക് ജയിക്കാൻ ഡീലിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ കഴിഞ്ഞ ഡിസംബർ മാസം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ അധികാരത്വം എന്തെങ്കിലും ഡീലുണ്ടോ? എന്തെങ്കിലും ഡീലുണ്ടോ? 50 പേര് ജയിച്ചില്ലേ? എന്തെങ്കിലും ഡീലിന്റെ പുറത്താണോ? അതുകൊണ്ട് ഇതൊക്കെ ജയിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ, BJPക്ക് സാഹചര്യം വരുമ്പോൾ ഡീൽ. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഈ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ചിട്ടുള്ള ആ വിരുദ്ധ വികാരവും കൂടി ജനങ്ങളിലുണ്ട്. അങ്ങനെ LDFനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമാകുന്ന ഒരു കാലഘട്ടം മാറി UDFനെയും LDFനെയും എതിരെയുള്ള ജനവികാരമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPക്കാരനായിരിക്കും. ഈ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോ എങ്ങനെയാണത്? പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും എത്തുമ്പോൾ ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാവും. പ്രധാനമന്ത്രിയെ ആത്മവിശ്വാസം കൂടി വരികയാണ്. ഓരോ ദിവസം ചെല്ലും തോറും കൂടുന്നുണ്ട്. ഇന്നിപ്പം ഇവിടെ വന്നപ്പോ തന്നെ, മെനഞ്ഞാന്ന് വന്നപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് കൂടി, വളരെ സന്തോഷവാനാണ്. കൂടുതൽ പ്രധാനമന്ത്രിയുടെ വലിയ ആവേശമുണ്ടാകും ജനങ്ങൾ, എല്ലാ വിഭാഗത്തിലും. പ്രധാനമന്ത്രിയെ കാണുന്നത് BJP നേതാവായിട്ട് മാത്രമല്ല, ജനങ്ങൾ ഇപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് ലോക നേതാവായിട്ടാണ്. ജനങ്ങൾ ഒന്നാകെ, ഞാൻ പറഞ്ഞില്ലേ അവിടെ മാർക്കറ്റിൽ പോയപ്പം ഞാനാണ് ഓർമ്മണ്ടല്ലോ മോദി ഫാൻസ്, ഞാൻ മോദി ഫാൻസ് ആണോ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളിങ്ങനെ ജനങ്ങളോട് പ്രതികരണങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മോദി എഫക്ട് ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു പരാമർശം കൂടെ വരുന്നുണ്ടായിരുന്നു. അത് എല്ലാ കാലങ്ങളിലും പറയാം, മോദി എഫക്ട് ഇല്ല. അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയണത്. ഈ മോദി എഫക്ട് ഉള്ളതുകൊണ്ടാണ് മോദി എഫക്ട് ഇല്ല എന്ന് പറയണത്. യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞു, മോദി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഈ സാഹചര്യത്തിൽ ഗ്യാസ് എപ്പോഴും പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഗ്യാസ് കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ മോദി വിചാരിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് നിലവിൽ ഗ്യാസ് എത്തുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ എന്ത് മാറ്റം വേണമെങ്കിലും മോഡി ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. അതാണ് സത്യം. ഈ നമ്മുടെ സമുദായത്തെ രക്ഷിക്കണമെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. അവസാനത്തെ ചാൻസ് ആണ്. അങ്ങയുടെ എതിരാളികളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പൊ UDF പറയുന്നു സുധീർ കരമന ദുർബലനാണെന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നു. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? എതിരാളികൾ എങ്ങനെയുണ്ട്? ഞാൻ ആരും ദുർബലനായിട്ടൊന്നും കാണുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെ കഴിവുണ്ട്. സുധീർ കരമനയ്ക്ക് സുധീർ കരമനതായിട്ട് കഴിവുണ്ട്, CP ജോണിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുണ്ട്. ആരും നമ്മൾ ദുർബലനായി കണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പറയണ്ട. നാം എന്ത് ചെയ്യും? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജയിച്ചവരെന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറഞ്ഞ് വോട്ട് പിടിക്കുക. അല്ല അവർ ദുർബലൻ ഇവർ ദുർബലൻ എന്ന് പറഞ്ഞിട്ട് ഈ BJPയുടെ വിജയത്തെ, അത് BJP ജയിച്ച് MLA നാളെ NDAയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ പറയും അത് LDFന് ദുർബലനായത് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയാൻ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പരാജയമാണ്, പരാജയത്തിന്റെ സമ്മതമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ നിയമസഭയിൽ എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു BJP? കേരളത്തിൽ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകൾ BJP ഭരിക്കും.